വെരി ഗുഡ് മോർണിംഗ് പ്രേക്ഷകരെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറെ ദുരൂഹമായി തുടരുന്ന ഒരു കാര്യമാണ് സെയ്ഫ് അലി ഖാൻ്റെ കുത്തുനാടകം. അത് വെറും ഡ്രാമയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് തെളിവ് സഹിതം പലതും പുറത്തു വരുന്നുണ്ട്. അതായത് സെയ്ഫ് അലി ഖാൻ ബാന്ദ്രയിലെ VIP ഫ്ലാറ്റിലാണ് അദ്ദേഹം താമസിക്കുന്നത്. 12 നിലകളിലായി അദ്ദേഹം താമസിക്കുന്നു. ഈ 12 നിലയും സെയ്ഫ് അലി ഖാൻ്റെ തന്നെയാണ്. അതിൽ 4 ഫ്ലാറ്റുകൾ ഒരുമിച്ചെടുത്താണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ കരീന കപൂറും 2 മക്കളും താമസിക്കുന്നത്. ബാക്കി നിലകളിൽ ഗസ്റ്റ് ഹൗസുകളുമായും അല്ലെങ്കിൽ ജോലിക്കാർക്കായിട്ടും വാഹനം ഓടിക്കുന്നവർക്കായിട്ടുമൊക്കെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇത്രയും VIP സുരക്ഷയുള്ള ഒരു ഫ്ലാറ്റിലേക്ക് എങ്ങനെയാണ് ഒരു ബംഗ്ലാദേശി നുഴഞ്ഞു കയറി ഇന്ത്യയിലേക്ക് വന്ന സെയ്ഫിൻ്റെ ബാന്ദ്രയിലെ ഫ്ലാറ്റിലേക്ക് കയറി സെയ്ഫ് അലി ഖാനെ കുത്തിയത് എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും ദുരൂഹമായി നിൽക്കുന്നു. തുടക്കത്തിൽ ഇതൊരു സംഘി ഭീകരനാണ് കുത്തിയത്, ഇതൊരു ഹിന്ദു ഭീകരനാണ് എന്നൊക്കെയുള്ള വാർത്തകൾ മാധ്യമങ്ങൾ പ്രചരിച്ചു. പിന്നീടാണ് അത് ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഒരു മറ്റു സമുദായത്തിലുള്ള ഒരാൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി വ്യാജ രേഖകൾ ചമച്ചുകൊണ്ട് കുത്തിയത് എന്നുള്ളത്. പിന്നീട് മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രി തന്നെ പറഞ്ഞു, ബംഗ്ലാദേശുകാർ മറ്റുള്ളവരുടെ വീടിൻ്റെ ബെഡ്റൂമിലേക്ക് വരെ എത്തുന്ന രീതിയിൽ കാര്യങ്ങൾ പോയി എന്നുള്ള വിവാദ പരാമർശം നടത്തി. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. നമുക്കതിലേക്ക് വരുന്നതിന് മുൻപ് സെയ്ഫ് അലി ഖാനെ കുത്തിയതുമായി ബന്ധപ്പെട്ട്, അതായത് അദ്ദേഹത്തെ കത്തി ഉപയോഗിച്ച് കുത്തിയെന്നാണ് പറയുന്നത്. നട്ടെല്ലിന് ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. കുത്തിയ കത്തിയുടെ പകുതി ഒടിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇരുന്നു എന്നാണ് പറയുന്നത്. ഈ സമയം കരീന കപൂർ വീട്ടിലുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ 2 മക്കൾ വീട്ടിലുണ്ടായിരുന്നു. ആദ്യം പറഞ്ഞത് കരീന കപൂർ അവിടെ ഇല്ല, ഗേൾസ് പാർട്ടിക്ക് പോയിരുന്നു. പിന്നീട് പറഞ്ഞത് കരീന കപൂർ അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടിയായ. എന്നിട്ടും അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല എന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു. ആ ചോദ്യം അവർ പറഞ്ഞത്, ഞാൻ ആ ഷോക്കിലായിരുന്നു, അതിൽ നിന്ന് മുക്തയാകാൻ കുറച്ച് സമയമെടുത്തു എന്നുള്ളത്. പിന്നീട് അവർ മദ്യപിച്ചത് കൊണ്ടാണ് അവർക്ക് സെയ്ഫ് അലി ഖാനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തത് തുടങ്ങിയ ചില ഗോസിപ്പുകൾ അല്ലെങ്കിൽ അത്തരം ചില വാർത്തകൾ പ്രചരിച്ചു തുടങ്ങി. അതിലെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. എന്തായാലും മഹാരാഷ്ട്ര സർക്കാർ സെയ്ഫ് അലി ഖാൻ്റെ കുത്തുനാടകവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിൽ 2 മുറിവുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി പുറത്തു വരുന്നത്. അതായത് 0.052 സെൻറ്റിമീറ്റർ ആയ ചെറിയ മുറിവും 10 സെൻറ്റിമീറ്റർ ആയ വലിയ മുറിവും. ഇത്രയും വലിയ മുറിവുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ട് എന്ന് മെഡിക്കൽ റിപ്പോർട്ട് വന്നിട്ടും എന്താണ് സെയ്ഫ് അലി ഖാൻ 20-ാം തീയതി ഡിസ്ചാർജ് ചെയ്തിട്ട് ഓടിച്ചാടി കളിച്ച് അദ്ദേഹത്തിനൊന്നും സംഭവിക്കാത്തതുപോലെ അദ്ദേഹം ബാന്ദ്രയിലെ ഫ്ലാറ്റിലെ പടികൾ ഓടിക്കയറുന്നത് നമ്മളൊക്കെ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ലേ എന്ന ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകാം. നേരത്തെ തന്നെ ഈ ഖാൻമാർക്കെതിരെ BJP സർക്കാർ വലിയ തരത്തിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിനൊക്കെ നടത്തുന്നു. നമുക്കറിയാം ഷാരുഖ് ഖാനെതിരെ നടത്തിയത്. അമീർ ഖാൻ, മോദി ജയിച്ചാൽ ഇന്ത്യയിൽ നിന്ന് അമീർ ഖാൻ പാകിസ്ഥാനിലേക്ക് പോകുമെന്നുള്ള ഒരു പ്രസ്താവന നടത്തി. സ്വാഭാവികമായും മോദിയെ ഇഷ്ടപ്പെടുന്നവർ അമീർ ഖാനെതിരെ തിരിയും. മാത്രമല്ല സൽമാൻ ഖാനെ സംബന്ധിച്ചിടത്തോളം സൽമാൻ ഖാൻ കൃഷ്ണ മൃഗത്തെ വേട്ടയാടി കൊന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു കേസ് നിലനിന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തുനിഞ്ഞപ്പോൾ മൊത്തത്തിൽ ഖാൻമാർക്കെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്നൊക്കെ പറയും. സെയ്ഫ് അലി ഖാൻ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ്. കാരണം അദ്ദേഹം വലിയ രീതിയിലുള്ള ഈ വിവാദങ്ങൾക്കോ വിവാദ പരാമർശങ്ങൾക്കോ അത്തരത്തിൽ സേഫായി നിന്ന് പോകുന്ന ഒരാളായിരുന്നു സെയ്ഫ് അലി ഖാൻ. ഇതിനിടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ മധ്യപ്രദേശിലെ 1796 കോടി രൂപയുടെ സ്വത്ത് ശത്രു സ്വത്താണ് എന്ന് സർക്കാർ കണ്ടെത്തിയത്. ആ കണ്ടെത്തലിന് എതിരെ അദ്ദേഹം ഹർജി സമർപ്പിച്ചെങ്കിലും ആ ഹർജി തള്ളുകയാണ് ഉണ്ടായത്. എന്നിട്ട് കോടതി പറഞ്ഞു, ഇനിയെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലാണ്, പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കയ്യിലാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ സമീപിക്കാം, ചർച്ചകൾ നടത്താം, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കേന്ദ്ര സർക്കാരുമായി സംസാരിച്ച് മുന്നോട്ട് പോകൂ എന്നാണ് പറഞ്ഞത്. ഈ ശത്രു സ്വത്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ നിന്ന് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ ആളുകൾ ഉപേക്ഷിച്ചു പോയ സ്വത്താണ് ഈ മധ്യപ്രദേശിലുള്ള സെയ്ഫ് അലി ഖാൻ്റെ പട്ടൗടി എന്ന് പറയുന്ന ആഡംബര കൊട്ടാരം എന്ന് തന്നെ പറയണം. അതുൾപ്പെടുന്ന സ്വത്താണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമാകാൻ പോകുന്നത്.
ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സഹതാപ തരംഗം സൃഷ്ടിക്കാനായി അദ്ദേഹം കളിച്ച നാടകമാണോ ഇത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ എല്ലാവരും ഉയർത്തുന്നത്. തീർച്ചയായിട്ടും അത്തരമൊരു നാടകമാണ് എങ്കിൽ ഇത് കൃത്യമായി പുറത്തു വരിക തന്നെ വേണം. കാരണം ഇതിൽ ഹിന്ദു ഭീകരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാപ്രകൾ ഇവിടെ കിടന്ന് തിളച്ച തിളപ്പ് നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നീട് ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയ ഒരു ഭീകരനാണ് അത്തരത്തിൽ ഒരു കാര്യം ചെയ്തത്, അല്ലെങ്കിൽ ബാന്ദ്രയിൽ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് കയറി അദ്ദേഹത്തെ വളരെ മൃഗീയമായി ഉപദ്രവിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അത് വാർത്തയാക്കാൻ ഒരു മാധ്യമങ്ങൾ തയ്യാറല്ല. ഇപ്പോൾ അടിമുടി ദുരൂഹത എന്ന് പറഞ്ഞുകൊണ്ട് പല പ്രമുഖ മാധ്യമങ്ങൾ എന്ന് പറയുന്നവർ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് 2 വലിയ ശസ്ത്രക്രിയയാണ് അദ്ദേഹത്തിന് നടത്തിയത്. 2 വലിയ ശസ്ത്രക്രിയ നടത്തി. അതുമാത്രമല്ല, ഈ 2:30 അദ്ദേഹത്തിന് കുത്തേൽക്കുന്നത്. അദ്ദേഹം ആശുപത്രിയിൽ പോകുന്നത് 4:11. അതായത് ഈ ബാന്ദ്രയിൽ നിന്ന് ലീലാവതി ആശുപത്രി വരെ വെറും 10 മിനിറ്റ്, അതായത് 2 കിലോമീറ്റർ, ഓട്ടോറിക്ഷയിൽ 2 കിലോമീറ്ററാണുള്ളത്. ആദ്യം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ 8 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ 2ാം ഭാര്യയായ കരീന കപൂറിലെ മൂത്ത മകൻ 8 വയസ്സുള്ള മകനാണ് തന്നെ ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിൽ എത്തിച്ചതെന്ന്. 20 ലക്ഷം മുതൽ 2 കോടി വില വരെയുള്ള കാറുകൾ, ആഡംബര മുന്തിയ കാറുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട്. കാർ ഡ്രൈവർമാരുണ്ട്, മറ്റ് അസിസ്റ്റന്റുമാരുണ്ട്, മാനേജർമാരുണ്ട്. ഇവരൊക്കെ എവിടെ പോയിരുന്നു? പോട്ടെ, ആ സമയത്ത് കിട്ടിയത് ഓട്ടോറിക്ഷയാണ്. അദ്ദേഹത്തിൻ്റെ ജീവനാണ് ഏറ്റവും വലുത്. തീർച്ചയായിട്ടും അതിനുവേണ്ടി അദ്ദേഹത്തെ ഓട്ടോറിക്ഷയിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം പറഞ്ഞു ആദ്യ ഭാര്യ അമൃതയിലെ മൂത്ത മകനായ ഇബ്രാഹിമാണ് അദ്ദേഹത്തെ കൊണ്ടുപോയതെന്ന്. പിന്നീട് പറയുന്നു ഒരു സുഹൃത്താണ് അദ്ദേഹത്തെ കൊണ്ടുപോയതെന്ന്. ഈ സമയത്തൊക്കെ കരീന കപൂർ വീട്ടിലുണ്ട് എന്നുള്ളതാണ്. എന്നിട്ടും എന്തുകൊണ്ട് കരീന കപൂർ സെയ്ഫ് അലി ഖാനെ ആശുപത്രിയിൽ എത്തിച്ചില്ല? പിന്നീട് കരീന തന്നെ വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുകയുണ്ടായി, ഗോസിപ്പുകൾ പറഞ്ഞു പരത്തരുത്, തീർച്ചയായിട്ടും കാര്യങ്ങൾ വ്യക്തമായി പിന്നീട് പുറത്തു വരുമെന്നുള്ളത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് കൃത്യം രാവിലെ 6 മണിക്ക് തന്നെ ബാന്ദ്രയിലെ ഫ്ലാറ്റിലെത്തി സെയ്ഫ് അലി ഖാൻ്റെ FIR തയ്യാറാക്കാനായി വന്നപ്പോൾ കരീന മദ്യലഹരിയിലായിരുന്നു എന്നും പോയിട്ട് പിന്നീട് വരൂ എന്ന് പറഞ്ഞു എന്നും ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതും കൃത്യമായി തെളിയിക്കപ്പെടണം. എന്തായാലും 1796 കോടി രൂപയുടെ സ്വത്ത് നഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായി നടത്തിയ ഗൂഢാലോചനയുടെ പുറത്ത് നടന്ന നാടകമാണോ ഇത് എന്നുള്ള ചോദ്യം വളരെ ശക്തമായി ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടുമ്പോൾ ശത്രു സ്വത്ത് എന്ന് പറഞ്ഞുകൊണ്ട്, നമുക്കറിയാം ഇവിടെ നിന്ന് പോയവരുടെ സ്വത്തുക്കൾ ഒന്നും ഇവിടെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഹിന്ദുക്കൾക്ക് കൊടുക്കാതെ അത് മുസ്ലിങ്ങളുടെ സ്വത്ത് സംരക്ഷിച്ചുകൊണ്ട് വഖഫ് എന്ന് പറഞ്ഞൊരു ബോർഡ് ഉണ്ടാക്കി നെഹ്റു അത് സംരക്ഷിച്ചു. പക്ഷേ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ ഉപേക്ഷിച്ചു പോയ വീടുകളും അവരുടെ മറ്റ് സ്ഥാവര ജംഗ വസ്തുക്കളെല്ലാം പാകിസ്ഥാൻ അവിടുത്തെ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറായി. എന്നാൽ പാകിസ്ഥാൻ അടിച്ചോടിച്ച് വിട്ട ഹിന്ദുക്കൾ ഇന്ത്യയിലെത്തിയപ്പോൾ അവർക്ക് കിടപ്പാടം പോലും കൊടുക്കാൻ തയ്യാറാവാത്ത കോൺഗ്രസ് സർക്കാരാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സർക്കാരിനോടുള്ള ഒരു മമത എപ്പോഴും ഇവിടുത്തെ പല ഉന്നത താരങ്ങൾക്കുമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും ഇപ്പോൾ ഈ 1796 കോടി രൂപയുടെ സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സെയ്ഫ് അലി ഖാനും ഭാര്യയും കളിച്ച നാടകമാണോ ഇത് എന്നുള്ള ചോദ്യം പുറത്തു വരുമ്പോൾ മഹാരാഷ്ട്ര സർക്കാർ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. അമിത്ഷാ വടിയെടുത്തു കഴിഞ്ഞു, സെയ്ഫിനെ പൂട്ടും.